നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്റ്റഫിങ് നിറച്ച് ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ബ്രെഡാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് സ്പൈസി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് ആയിട്ടാണ്. ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ നന്നായി ചൂടായാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് അതും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് എരിവുള്ള പച്ചമുളകാണ്. ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വന്നാൽ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇവിടെ നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. ഒരു 4-5 സെക്കൻഡ് ഇളക്കിയാൽ മതി. ഇനി വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ക്യാരറ്റ് അതും ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ്. ഞാനിവിടെ ഫ്രോസൺ പീസാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റിയാൽ പിന്നെ ഇത് വെന്ത് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. ഇതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ മൂടി വെച്ച് വേവിക്കാം. ഇവിടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബ്രെഡിനുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് ഇളം ചൂടുള്ള പാല് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ എണ്ണ, സൺഫ്ലവർ ഓയിലോ തവിടെണ്ണ അതുപോലെ ഫ്ലേവർ ഇല്ലാത്ത ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് പൊടി ചേർക്കണം. ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ ബൗളിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അധികം സ്റ്റിക്കി അല്ലാത്തൊരു മാവായിട്ടാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. അപ്പോൾ ഈ മാവ് ഒന്നുകൂടി നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പം കണ്ട മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് വെക്കണം. നമ്മുടെ ബൗളിൽ ഒരല്പം എണ്ണ തടവി കൊടുത്തിട്ട് ഈ മാവ് അതിലേക്ക് വെച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. എന്നിട്ടിത് ഡബിൾ സൈസായി വരുന്നത് വരെ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഇതിപ്പോൾ 1 മണിക്കൂറാണ് ഞാൻ മാറ്റി വെച്ചത്. ഇതൊരു ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി ഇത്
നമ്മുടെ പ്രതലത്തിൽ അല്പം പൊടി വെതറിയിട്ട് ഈ മാവ് അവിടേക്ക് വെച്ചിട്ട് ആദ്യം ഇതുപോലെ ഒരു സിലിണ്ടർ ഷേപ്പ് ആക്കി എടുക്കാം. എന്നിട്ടിത് ഒരേ വലിപ്പത്തിലുള്ള 6 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇനി ഇത് ഓരോന്നും ബോൾ ഷേപ്പ് ആക്കണം. ഇനി ഇത് പരത്തിയിട്ട് ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെക്കുന്നത്. ഇപ്പൊ മാവ് നമ്മൾ പരത്താൻ നോക്കിയാൽ കുറച്ച് ടൈറ്റ് ആയിരിക്കും. നമുക്കിത് അല്പനേരം ഒരു 10 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതൊന്ന് ബീറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ബോൾസൊക്കെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് പരത്തിയെടുക്കാം. ഒരല്പം പൊടി വെതറിയിട്ട് അതിലേക്ക് ഓരോ ബോൾ എടുത്ത് വെച്ചിട്ട് നമ്മുടെ ചപ്പാത്തി കോല് കൊണ്ട് ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6 ഇഞ്ച് വട്ടത്തിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനൊരു 1 സ്പൂണും പിന്നെ അല്പം കൂടി വെക്കുന്നുണ്ട്. ഇനി ഇത് ഇതേപോലെ സീൽ ചെയ്യാം. അറ്റ നന്നായിട്ട് സീൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ തുറന്നു പോകും. നന്നായിട്ട് ഇത് അമർത്തി സീൽ ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്കൊന്ന് ഇതേപോലെ മുക്കിയെടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് ബ്രെഡ് ക്രംസ് കൊണ്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേപോലെ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് പഫ് ആയി വരുന്നത് വരെ കുറച്ചു നേരം ഒന്ന് മൂടി വെക്കണം. ഒരു 30 മിനിറ്റോളം നമുക്കിത് മൂടി വെക്കണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണ ഇവിടെ പാകത്തിന് ചൂടായിട്ടുണ്ട്. ഓരോ സൈഡും ഒരു 2 മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്താൽ മതിയാവും. ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ നമുക്ക് മുഴുവൻ റെഡിയാക്കാം. പുറമേ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. ഇതിന്റെ ഫില്ലിംഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റം വരുത്താം. ഇത് ചെറു ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനായിട്ട് അരികുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.